നമസ്കാരം. ഇതൊരു ലോങ് വീഡിയോ ഒന്നും അല്ല, പക്ഷേ എനിക്ക് എന്തോ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഇത് സംസാരിക്കണം എന്ന് തോന്നി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കേട്ടോ. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത് കുചേല ദിനമാണ്. കുചേല ദിനം എന്ന് പറയുന്നത് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുദാമാവ്, അതായത് കുചേലൻ തന്റെ ആത്മമിത്രമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ദ്വാരകയിലേക്ക് പോവുകയാണ്. അപ്പൊ ദ്വാരകയിലേക്ക് എന്തിനാണ് പോകുന്നത്? തന്റെ ദാരിദ്ര്യ ദുഃഖ ശാന്തിക്കാണ് പോകുന്നത്. അതായത് ദാരിദ്ര്യം കൊണ്ട് ഭയങ്കരമായി കഷ്ടപ്പെടുകയാണ് സുദാമാവ്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴാവട്ടെ ഭഗവാനെ വേണ്ടി കൊണ്ടുപോയതോ ഒരു മുഷിഞ്ഞ തുണിയില് പൊതിഞ്ഞു കെട്ടിയ അവിലാണ് കൊണ്ടുപോകുന്നത്. കാരണം സുദാമാവിന്റെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദ്വാരകയിലേക്ക് പോവുകയാണ്. ദ്വാരകയിലേക്ക് പോകുമ്പോഴാവട്ടെ അവിടുത്തെ ദ്വാരപാലകന്മാര് ഉള്ളിലേക്ക് കടത്തിവിടണില്ല അദ്ദേഹത്തെ. അപ്പോൾ ദൂരെ നിന്നും കോട്ടയുടെ അകത്ത് നിന്ന് ഭഗവാൻ ഇങ്ങനെ കാണുകയാണ്. സുദാമാവ് ഇങ്ങനെ വന്ന് ദ്വാരകയുടെ കോട്ടയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നതും ദ്വാരപാലകർ കടത്തിവിടാതിരിക്കുന്നതും. അപ്പോഴെന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ദ്വാരപാലകരടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ ഉള്ളിലേക്ക്, അതായത് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. അതായത് ആദിത്യ മര്യാദയുടെ ഏറ്റവും ഉന്നത ഒരു സ്ഥിതി തന്നെയാണ് അത്. അതായത് ഭയങ്കരമായ, അത് കുചേലൻ വരുന്നത് തന്നെ, കുചേലന്റെ രൂപം തന്നെ നമുക്കറിയാം അല്ലെ. ഒരു മുഷിഞ്ഞ തുണിയും ഇട്ട് മേൽത്തുണി ഇട്ട് ഒരു ഓലക്കൊടയും ചൂടിയിട്ടാണ് സുദാമാവ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ കണ്ട മാത്രയിൽ തന്നെ ഈ തുണിയും അതേപോലെ തന്നെ കുടയൊക്കെ വാങ്ങി തോളത്ത് അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ടാണ് കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. കൊട്ടാരത്തിനകത്ത് പോകുമ്പോഴാവട്ടെ രുക്മിണി, സത്യഭാമ എല്ലാ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും മറ്റും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ സുദാമാവിനെ വേണ്ട രീതിയിൽ സൽക്കരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. അതായത് ഉണ്ണിക്കണ്ണനല്ല, നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മുടെ ദ്വാരകയുടെ രാജാവ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ചോദിക്കുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ് സുദാമാവിനടുത്ത്, ആട്ടെ ഇത്ര കാലമായിട്ട് നീ എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന സുദാമാവിന് ആകെ വിഷമം തോന്നുകയാണ്. അതായത് എന്താണ് കൊടുക്കുക? രാജാവാണ്, ധനത്തിനും ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരാളാണ്, എന്താണ് കൊടുക്കുക? അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ വിലപ്പെട്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല, ഈ ഒരു കുറച്ച് അവില് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ, അതും വളരെ കുറച്ചേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് വിചാരിച്ച് അത് ചോദിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് അങ്ങനെ വാങ്ങി ഓരോ വായയായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വായ കഴിയുമ്പോൾ തന്നെ രുക്മിണി ദേവി വന്ന് വേഗം വായ പൊത്തിപ്പിടിച്ചു കേട്ടോ. രുക്മിണി ദേവി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയാണ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് രുക്മിണി ദേവിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ വേഗം വായ പൊത്തിപ്പിടിച്ച് പറഞ്ഞു, മതി കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ സ്റ്റോപ്പ് ചെയ്യണ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം സുദാമാവാണെങ്കിലോ പറയാൻ വന്ന കാര്യം പറഞ്ഞതുമില്ല. എന്ത് പറയാനാണ് വന്നത്? ദാരിദ്ര്യമുണ്ട്, എന്തെങ്കിലും ഇത്തിരി സഹായിക്കണമെന്ന് പറയാനാണ് വന്നത്. വന്ന കാര്യമാണെങ്കിൽ പറഞ്ഞതുമില്ല. അങ്ങനെ സുഹൃത്തിനെയൊക്കെ കണ്ടതിന്റെ സന്തോഷത്തില് സുദാമാവ് മടങ്ങി പോവുകയാണ്. പക്ഷെ എങ്കിലും ഈ മനസ്സിൽ ഈ ഭാരം കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷെ ഒന്നും പറയാനും പറ്റിയില്ല, ഒന്നും ചോദിക്കാനും പറ്റിയില്ല, ഒന്നും സഹായം മേടിക്കാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. ശ്രീകൃഷ്ണനാവട്ടെ ടാറ്റയൊക്കെ പറഞ്ഞ് സുദാമാവിനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ വീടെത്തുന്ന സുദാമാവ് എന്താണ് കാണുന്നത്? വീടാകെ കൊട്ടാരം, വീട് നിന്ന സ്ഥലത്ത് കൊട്ടാരാണ് ആവുന്നത്. സുദാമാവ് ഒറ്റ മാത്രമല്ലേ കണ്ടപ്പോൾ പേടിച്ചു, ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല സുദാമാവിന്. അങ്ങനെ ആ കൊട്ടാരത്തിനകത്തുനിന്ന് ഓടി വരികയാണ് ആര്? സുദാമാവിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. അപ്പോഴാണ് സുദാമാവ് വിചാരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. അതായത് ഒന്നും പറയാതെ തന്നെ എല്ലാം അറിഞ്ഞു കൊടുത്ത ആളാണ് ശ്രീകൃഷ്ണൻ. ഒന്നും പറയേണ്ടി വന്നില്ല സുദാമാവിന്, എന്താണ് തന്റെ പ്രശ്നമെന്നും ഒന്നും പറയേണ്ടി വന്നില്ല. പറയാതെ തന്നെ അറിഞ്ഞു കൊടുക്കുകയാണ് അവിടെ ഭഗവാൻ ചെയ്തത്. സുദാമാവിന്റെ ഭാര്യയും കുട്ടികളും എല്ലാവരും കണ്ണുകളോടെ ഓടി വന്ന് സുദാമാവിനെ അങ്ങനെ ആലിംഗനം ചെയ്യുകയാണ്. കാരണം അവരുടെ ദാരിദ്ര്യം, ദുഃഖം ഒക്കെ മാറി, എല്ലാം മാറി, അവര് സമ്പന്നരായി കഴിഞ്ഞു. അപ്പോൾ സുദാമാവിന്റെ ഭാര്യ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ അറിഞ്ഞെന്തൊക്കെയോ അതായത് സുദാമാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ ചെയ്തു എന്നാണ്. എന്നിട്ട് ഭാര്യ വന്നിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളെ പറഞ്ഞു അല്ലേ, നിങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സുദാമാവ് എന്താണ് പറയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എനിക്കൊന്നും പറയേണ്ടി വന്നില്ല, എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് എൻ്റെ ദുഃഖങ്ങളൊന്നും പറയാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സുദാമാവിൻ്റെ ഭാര്യ
ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കുകയാണ്. അതായത് സാധാരണ ഒരു രാജാവല്ല ശ്രീകൃഷ്ണൻ എന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ദിവ്യത്വം എന്ന് പറയുന്നത് ആ നിമിഷമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് സുധാമാവിന്റെ കഥ. രത്ന ചുരുക്കമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് എന്തെങ്കിലും വിഷമം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ വിളിക്കൂ നിങ്ങൾ ഫസ്റ്റ്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ സുധാമാവിന്റെ അത്രയൊന്നും വളർന്നിട്ടില്ല, അതായത് ആത്മീയമായിട്ട് നമ്മൾ അത്രയും വളർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സുരുകി സ്നേഹത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും കൃഷ്ണ എന്നോ ഗോവിന്ദ എന്നോ ഭഗവാനെ എന്നോ നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തെ കാണുന്നത്, എങ്ങനെയാണോ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിൽ വിളിച്ചു നോക്കൂ. ഉറപ്പായിട്ടും ദുഃഖം വരുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ കൈവിടാതെ അദ്ദേഹം കൂടെ ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഏറെ ഉണ്ടാവും, പക്ഷെ ഒന്ന് ഉറപ്പാക്കിക്കോളൂ, നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത്. കൈവിടാതെ കൈവിളയിൽ കൊണ്ട് നടക്കും അദ്ദേഹം നമ്മളെ. ആ പാട്ടിൽ തന്നെ ഉണ്ടല്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു പാട്ടിൽ തന്നെ ഉണ്ടല്ലേ, കരമേകിയ വിടുന്നു ഭാരമേൽക്കും, കൈവിടും പോലെ നീ മാറി നിൽക്കും, അറിയാതെ എല്ലാം കവർന്നു വയ്ക്കും, അറിയാതെ എല്ലാം കവർന്നു വയ്ക്കും, അവസാനം ചിരിയോടെ ദാനമേകും, പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു എന്നാ ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ അങ്ങനെയാണ്, ഒരുപാട് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ എങ്കിലും കൈവിടില്ല. ഈ കൈവെള്ളയിൽ തന്നെ കൊണ്ട് നടക്കും. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. സുധാമാവിന്റെ കഥ നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ എല്ലാവരും അവിൽക്കീഴ് സമർപ്പിക്കൂ, ഭഗവാനോടത്ത് സമർപ്പിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ ഭഗവാന്റെ അടുത്ത്. അതുമാത്രമല്ല, സമ്പത്തിനേക്കാളിലും ഉപരി സമാധാനവും പിന്നെ രോഗപീഠകളൊന്നും ഉണ്ടാവല്ലേ എന്നും ഇതൊക്കെയാണ് നിങ്ങൾ ഏറെ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നാരായണനെ നമ്മൾ ഭജിച്ചാൽ മതി, ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് നാരായണനെ ഭജിക്കൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അച്യുത ഹരേ